നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു ചിപ്സ് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് 3 വലിയ ഉരുളക്കിഴങ്ങ് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് നുറുക്കി എടുക്കണം. നമുക്ക് നീളത്തിൽ ഇങ്ങനെ കീറിയെടുക്കണം. ഇനി ഉരുളക്കിഴങ്ങ് എല്ലാം ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. എന്തോരം കനം കുറച്ച് അരിയാമോ അത്രയും നല്ലത്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടാണ് അരിഞ്ഞാക്കണേ. ഇനി ഇത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളയണം. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5-6 തവണ ഇത് കഴുകി വാരി എടുക്കണം. അതിനകത്തുള്ള ഫുള്ള് സ്റ്റാർച്ച് ഒന്ന് പോകണം. ഇതിപ്പോൾ 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാണ്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ, 1.5 ടീസ്പൂൺ. പിന്നെ പാകത്തിന് ഉപ്പ്. ഇനി അരിപ്പൊടിയാണിത്. ഇതൊരു 3 സ്പൂൺ അരിപ്പൊടി. ഇത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ ഒരു 3 സ്പൂൺ ഇടാം. ചിക്കൻ മസാലയും 1 സ്പൂണ്. ഇത്രയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് 5-6 പ്രാവശ്യം കഴുകിയെടുക്കുമ്പോൾ നല്ല ടെമ്പറായിട്ട് വന്നിട്ടുണ്ട്. മറ്റേ തളർന്ന് കിടക്കുകയല്ലായിരുന്നോ, ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് കൊടുക്കാം. നമുക്കിത് തിരുമ്മി വെച്ചേക്കണത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തിരുമ്മി ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അന്നേരം പിന്നെ കട്ട പിടിക്കില്ല. ആദ്യം നല്ല ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് തീ കുറച്ചിട്ട് കൊടുക്കണം. മറ്റേ എലി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിപ്സൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വാദും മണമൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്നാന്ന് വെച്ചാൽ ഇത് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് പോകും. വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് അതിൽ കുഴഞ്ഞു വരും. അപ്പോൾ വേഗം ഉണ്ടാക്കി എടുക്കണമെന്ന് മാത്രം. അത്രയും ശ്രദ്ധിച്ചാൽ മതി നമ്മൾ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല ചിപ്സാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വളരെ ഇഷ്ടമാകുമ്പോൾ.